Yeah, I'm ready to face the consequences. I'm not afraid of all these arrests and all. We are ready to face the consequences. Yeah, I don't think they have so much brain. These people are just a bunch of idiots. So I will face the consequence. இல்ல சட்டசபையில மட்டும் கேள்வி கேட்டாங்கல்ல என்ன பதில் சொல்ல போறாங்களா என்ன அந்த அளவுக்கு அவங்க தகுதி கிடையாது. ഞാൻ ഇതിലൊന്നും ഭയപ്പെടുന്നില്ല. ഈ കോൺസിക്വൻസസ് നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെയാണ് ഉദയനിധി പറയുന്നത്. എന്തായാലും രാഷ്ട്രീയമായി നേരിടും എന്ന് തന്നെയാണ് ഉദയനിധി പറയുന്നത്. ഗൗതം, ഇതിപ്പോൾ പ്രതിഷേധിക്കുന്നുള്ളത് ബഞ്ച് ഓഫ് ഇഡിയറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇഡിയംസ് അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? ശ്യാമിനി, സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പ്രതികരണത്തിൽ നിന്നും ഇതൊന്നും വലിയ കാര്യമല്ല. അതായത് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന ഡിഫൻസിൽ തന്നെയാണ് ഉദയനിധി സ്റ്റാലിൻ ഉള്ളത്. അതിലൊരു സ്റ്റാലിൻ അങ്ങനെ ചില പ്രയോഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണോ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? അതാണോ? അല്ല, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് അത്ര വലിയ ബുദ്ധിയൊന്നുമില്ല. ദേ ഹാവ് നോ ബ്രെയിൻസ്, ദേ ആർ എ ബഞ്ച് ഓഫ് ഇഡിയറ്റ്സ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തനിക്കെതിരെ ഈ കേസ് എടുത്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം താൻ തൃഷയെ അപമാനിക്കുന്ന തരത്തിൽ, സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്നതാണ് ഈ കേസിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. ഉദയനിധി സ്റ്റാലിൻ പൊതുവേദിയിൽ വെച്ച് സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചു, അത്തരത്തിലൊരു പ്രതികരണം നടത്തി എന്നതാണ് ഈ കേസിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്ന കാര്യം. പക്ഷേ അതിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇതിൽ ഡിഫൻസിലേക്ക് പോകുന്ന സമയത്ത്, ഇത് കോടതിയിൽ വാദത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഈ പ്രസംഗം പൂർണ്ണമായും കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. രണ്ട്, ഈ പറയുന്ന പ്രത്യേക ഭാഗം, അതായത് ഈ തൃഷയ്ക്കെതിരെ അപമാനിക്കുന്ന തരത്തിലേക്ക് സംസാരിച്ചു എന്ന് പറയുന്ന ഭാഗം, ആ ഭാഗം പരിശോധിക്കുന്ന സമയത്ത് അതിൽ സംഭവിച്ചിരിക്കുന്നത് നേരത്തെ ശ്യാമിൽ സൂചിപ്പിച്ച പോലെ തന്നെ വിജയ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. അതായത് തമിഴ്നാട്ടിലെ കർഷകരുടെ വിഷയത്തിൽ പുതിയ സർക്കാരിന് വലിയ താല്പര്യങ്ങളൊന്നും ഇല്ല എന്നും, കാവേരി വിഷയത്തിൽ വിജയ സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല എന്നും, മുഖ്യമന്ത്രിക്ക് താല്പര്യം മറ്റു ചില വിഷയങ്ങളിലാണ് എന്നും ഉദയനിധി പറയുന്നു. ഈ പറയുന്ന ഘട്ടത്തിലാണ് വേദിയിൽ നിന്നും ആ പേര്, തൃഷയുടെ പേര് വേദിയിലിരിക്കുന്ന ആളുകൾ ഉയർത്തുന്നത്. അതായത് ആ പേര് ഉയർത്തി അധിക്ഷേപം നടത്തുന്നത് സ്റ്റാലിൻ അല്ല, ഉദയനിധി സ്റ്റാലിൻ അല്ല എന്നത് ആ വീഡിയോയിലുണ്ട്. പക്ഷേ വേദിയിൽ നിന്നും ആളുകൾ ഈ തൃഷയുടെ പേര് മുദ്രാവാക്യം കണക്കെ ഉയർത്തുന്ന സാഹചര്യത്തിൽ ഉദയനിധി സ്റ്റാലിൻ ചിരിക്കുകയും തുടർന്ന് ഞാൻ കാവേരി നദിയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് തത്വത്തിൽ തൃഷയുടെ പേരെടുത്ത്, ഈ നിയമപരമായി പരിശോധിക്കുമ്പോൾ തൃഷയുടെ പേരെടുത്ത് ഉദയനിധി സ്റ്റാലിൻ പറയുന്നില്ല. പക്ഷേ ഈ വേദിയിൽ നിന്നും ഇത്തരത്തിൽ ഈ മുദ്രാവാക്യം, തൃഷ എന്ന പേര് മുദ്രാവാക്യം ഇങ്ങനെ ഉയരുന്ന സാഹചര്യത്തിൽ അതിനെ മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്ന തരത്തിൽ ചിരിക്കുകയും തുടർന്ന് ഞാൻ കാവേരി നദിയെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് കാണുന്നവർക്ക് അത് കൃത്യമായി മനസ്സിലാകുന്ന തരത്തിൽ, അതൊരു അധിക്ഷേപമാണ് എന്ന് മനസ്സിലാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ തൃഷയെ ലക്ഷ്യം വെച്ചുള്ള പരാമർശമാണെന്ന് മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണ് പ്രസംഗിക്കുന്നത്. പക്ഷേ